വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തവർക്ക് വേണ്ടിയും വിശുദ്ധി എന്ന പുണ്യത്തെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാമേ. വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഹെബ്രായർ 12:14 ഇപ്രകാരം പറയുന്നു: എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, വിശുദ്ധി കൂടാതെ കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. വിശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ ദർശിക്കാൻ സാധിക്കും. കർത്താവ് നമ്മളെ സ്നേഹിച്ച പോലെ, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കും. നമുക്കിത് എങ്ങനെ ആർജിച്ചെടുക്കാം? കൂടെ കുമ്പസാരിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ധാരാളം ജപമാലകൾ ചൊല്ലിയും ഒത്തിരി പ്രാർത്ഥിച്ചും നമുക്ക് വിശുദ്ധി ആർജിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നേ ദിവസം വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കാത്ത എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇവരെ എല്ലാവരെയും പ്രതിഷ്ഠിച്ച് നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലാം. ധാരാളം ജപമാലകൾ ചൊല്ലാം. പരിശുദ്ധ കുർബാനയിൽ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥം വീക്ഷിച്ച് പ്രാർത്ഥിക്കാം. സുഹൃത ജപങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാം. നവവൃന്ദ മാലാഖമാരിലെ ഒരു വൃന്ദമായ ക്രോവേന്മാർ പുണ്യം വഴി പരിശുദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മാലാഖമാരാണ്. ക്രോവേന്മാരുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നേ ദിവസം വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കാത്ത എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാമേ.